ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഗാനത്തിന്റെ ഈരടികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെല്ലാം ബലപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൂരത്തു നിന്നും ചാരത്തു നിന്നുമായിട്ട് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ തയ്യാറായ പ്രിയ ദൈവമക്കളെ എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തില് വന്ദനം ചെയ്യുന്നു. 143 ബൈബിൾ ക്ലാസ് ഇന്ന് ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്നു. 142 ക്ലാസ് നമ്മൾ നടത്തിയത് നവംബർ മാസത്തിലാണ്. 2023 നവംബർ മാസത്തിൽ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നതിനാൽ ഇടയ്ക്ക് കുറെ കാലത്തേക്ക് അവധി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് വീണ്ടും ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ബൈബിൾ ക്ലാസ്സുകളും മധ്യസ്ഥ പ്രാർത്ഥനയും കൂടിവരവും ഒക്കെ ആരംഭിക്കുവാനായിട്ട് കർത്താവ് ഇന്ന് കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്നു. ഇതിനു മുമ്പായിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരുന്ന അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് പുനരാരംഭിക്കുമ്പോൾ, ഈ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നതായ ഒരു വിഷയമാണ് തുടങ്ങുവാൻ ആരംഭിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. വിഷയം ക്രിസ്തു പരിജ്ഞാനം എന്നുള്ള വിഷയമാണ്. ക്രിസ്തുവിൽ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന ഒരു ദൗത്യം കൂടെ സഭയെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനാൽ ക്രിസ്തു പരിജ്ഞാനം ഇതെന്തിനു വേണ്ടിയാണ്? ഇത് കേൾക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അറിയുവാൻ, യേശു ക്രിസ്തുവിനെ കുറച്ചുകൂടെ ആഴത്തിൽ അറിയുവാൻ ഇടയാക്കുവാൻ ഈ ക്ലാസ്സുകൾ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനാൽ നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു പരിജ്ഞാനം, ദ ഫുൾ നോളജ് അബൌട്ട് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അത് ഗ്രീക്കിൽ പറയുമ്പോൾ എപ്പിഗ്നോസി ടോൺ ക്രിസ്റ്റോ എന്ന് പറയും. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം എന്നാണ് അർത്ഥം. നമുക്ക് മുമ്പോട്ട് ഓരോ വിഷയങ്ങളായിട്ട് എടുത്തു പോകാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു കുറിവാക്യം വായിക്കാം. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന കുറിവാക്യം ഹെബ്രായ ലേഖനം 6-ാം അധ്യായമാണ്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വായിച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ വിഷയം കാണുവാൻ സാധിച്ചുവല്ലോ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ മുകളിൽ വായിച്ചത് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളും അടിസ്ഥാന ഉപദേശങ്ങളുമാണ്. അല്ലെങ്കിൽ ആദ്യം എന്താണ്? നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഒരുവൻ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയിൽ ഏറ്റവും ആദ്യമായി നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് പാപ ജീവിതത്തെക്കുറിച്ചുള്ള ആത്മാവിനോ ശരീരത്തിനോ മനസ്സിനോ അല്ലെങ്കിൽ ദേഹത്തിനോ ദേഹിക്കോ ആത്മാവിനോ
യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ചെയ്യാത്ത, യാതൊരു ജീവനും നൽകാത്തതായ ഇരുട്ടിന്റെ പ്രവൃത്തിയായ പാപപ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, പാപജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവർ, ഒരിക്കലും ഇക്കാര്യം ഗൗനിക്കാതിരിക്കരുത്. മാനസാന്തരം എന്നത് ആദ്യ രക്ഷയുടെ ഘട്ടത്തിലെ ആദ്യ പടിയാണ്. ഇത് വളരെ ആഴത്തിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലെല്ലാം, ഞാൻ മിക്കവാറും എല്ലാ ബൈബിൾ ക്ലാസ്സുകളിലും എടുത്ത് പറയുന്ന ഒരു വിഷയമാണ്. ദൈവത്തിങ്കിലെ വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മൂലം ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്നതായ നിത്യജീവൻ, നമുക്ക് ലഭിക്കുന്നതായ പാപക്ഷമ, ഇതൊക്കെയും നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്, അടിസ്ഥാന ഉപദേശമാണ്. സ്നാനങ്ങൾ, ഇവിടെ സ്നാനം എന്നല്ല, പലരും പഠിപ്പിക്കും സ്നാനം ഒറ്റ സ്നാനം എന്ന് വെച്ചാൽ ജലത്തിലുള്ള സ്നാനം മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്നാനവും ഇല്ല. അങ്ങനെയല്ല, സ്നാനങ്ങൾ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ വിഷയങ്ങൾ പഠിച്ചതാണ്. വേറൊരു ബൈബിൾ ക്ലാസ്സിലൂടെ പരിശുദ്ധാത്മാവിൽ സ്നാനം. അപ്പോൾ ജലത്തിൽ സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സ്നാനമുണ്ട്, കഷ്ടതകളും പീഡനങ്ങളും എന്നുള്ള സ്നാനമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റു കഴിഞ്ഞതുകൊണ്ട് സഭയ്ക്ക് ആ ഒരു സ്നാനമില്ല. കർത്താവ് ഏറ്റതായ ആ പീഡനമായ സ്നാനം സഭയ്ക്കില്ല. സഭയ്ക്ക് പീഡനമുണ്ട്. കർത്താവ് അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ പീഡനമുണ്ട്, കഷ്ടതയുണ്ട്, എങ്കിലോ നിങ്ങൾ അധൈര്യപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ആ പീഡനമെന്ന സ്നാനത്തിലൂടെ കടന്നുപോയിട്ട് ലോകത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് കഷ്ടത മാത്രമേ ഉള്ളൂ, കഷ്ടത എന്നുള്ളതായ ഒരു സ്നാനമില്ല. അപ്പോൾ പ്രധാനമായ രണ്ട് സ്നാനങ്ങൾ എന്താണ്? ഒന്ന് ജലത്തിലെ സ്നാനം, അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വ്യക്തിയെ, ആ വ്യക്തി സ്വമേധ യേശുവിലുള്ള തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചിട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷം ജലത്തിൽ ഒരു സ്നാപകന്റെ കൈക്കീഴിൽ മുങ്ങി പൂർണ്ണ നിമജ്ഞനം ചെയ്ത് സ്നാനപ്പെടുന്നതാണ് ജലത്തിലെ സ്നാനം. എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം? നമ്മുടെ പിതാവായ ദൈവം സ്നാപക യോഹന്നാനിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എന്നിലും ബലമേറിയവനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറയുകയും തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരും. ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. ഈ രണ്ട് സ്നാനങ്ങൾ ഒരു വിശ്വാസി ഏൽക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് യേശു കർത്താവിന്റെ കൽപ്പനയാണ്. രണ്ടാമത്തേത് അഥവാ പരിശുദ്ധാത്മാവിൽ സ്നാനം പിതാവിന്റെ വാഗ്ദത്തമാണ്. അപ്പോൾ യേശുവിന്റെ കൽപ്പനയും പിതാവിന്റെ വാഗ്ദത്വവും, ഈ രണ്ട് സ്നാനങ്ങൾ നമ്മൾ ഏൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. കൈവെപ്പ്, അതിനുശേഷം ശുശ്രൂഷയ്ക്കായിട്ട് കൈവച്ച് വേർതിരിക്കുന്നത് മാത്രമല്ല, നമുക്കറിയാം അപ്പോസ്തലന്മാർ ശമരിയയിൽ വന്ന് അന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് വേണ്ടി കാത്തിരുന്ന വിശ്വാസികളുടെ മേൽ യെരൂശലേമിൽ നിന്ന് വന്ന അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ കൈവെപ്പ് മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലൊക്കെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കൈവെപ്പ് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. ഓർഡിനേഷൻ എന്ന സഭകൾ ഈ ലോകമെമ്പാടും വിളിക്കുന്നതായ ആ കൈവെപ്പ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതായ കൈവെപ്പ്, ഇതും നമ്മുടെ ഉപദേശങ്ങളുള്ള മരിച്ചവരുടെ പുനരുത്ഥാനം. ഹല്ലേലൂയ. ഇപ്രകാരമാണ് വളരെ വിപുലമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്ന മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്ത് മരണത്തെ തോൽപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അവർ ശരീരത്തിൽ മരിച്ചാലും കാഹളനാദത്തിങ്കൽ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. മരിച്ചവരുടെ പുനരുത്ഥാനം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. അതിനുശേഷം നിത്യശിക്ഷാവിധി, ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. നിത്യശിക്ഷാവിധി. എല്ലാവർക്കും അവനവൻ ചെയ്തതിന് അടുത്ത ന്യായവിധി ഉണ്ടാകും. അപ്പോൾ തന്നെ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ന്യായവിധി ഇല്ല. ഓർക്കുക, ക്രിസ്തുവേശുവിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവേശുവിൽ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധി ആചരിച്ച് ജീവിക്കുന്ന, വേർപാടനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ന്യായവിധി ഇല്ല, നിത്യശിക്ഷാവിധി ഇല്ല. അത് ആ നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള നീക്കുപോക്കാണ്
നമുക്ക് രക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഹെബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതായ ആ ഹെബ്രായ സഭയിലുള്ള അഥവാ യഹൂദ ക്രിസ്ത്യാനികൾ, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ചേർന്ന് വന്ന ഹെബ്രായ ക്രിസ്ത്യാനികൾ അനേക വർഷങ്ങൾ അവർ ഈ പറയുന്നതായ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിച്ചു, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, അത് നിർത്ത്, കാരണം നിങ്ങൾ ഒത്തിരി പഠിച്ചു, നിങ്ങൾക്കൊക്കെ അതിപ്പോൾ ഹൃദയസ്ഥമാണ്. ഇവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും ഉപദേശങ്ങൾ പറയും, പക്ഷെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം? സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനെ കൂടുതൽ അറിയണം, അടുത്തറിയണം. കാരണം സ്തോത്രം, നമുക്കറിയാം എബ്രായ ലേഖനം എഴുതപ്പെട്ടത് ധാരാളം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് പരിശുദ്ധ നിറവ് പ്രാപിച്ചതിന് ശേഷം ഹല്ലേലൂയ കടന്നു വന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രവർത്തനം കൊണ്ട്, ദുരുപദേശകരുടെ പ്രവർത്തനം കൊണ്ട് തിരികെ അവർ പരിച്ഛേദനത്തിന് വേണ്ടി തിരികെ പോയി. പലരും അവരുടെ യഹൂദ മതത്തിലേക്ക് പിന്തിരിഞ്ഞു പോയി. അവരെ അങ്ങനെ ഉള്ള ഒരു പോക്ക് നിർത്തുവാനും സഭയെ ആ ഒരു കാര്യത്തിൽ ഉപദേശിക്കുവാനും വേണ്ടിയാണ് ഹെബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ വ്യക്തമായിട്ട് ഈ ഒരു ലേഖനം എഴുതുന്നത് തന്നെ. അതുകൊണ്ട് ഇതിന്റെ 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ആ എഴുത്തുകാരൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെയും ഈ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമല്ല പഠിച്ചുള്ളൂ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഇനിയും കൂടുതൽ വളരുവാനുണ്ട്. ക്രിസ്തുവിന്റെ തലയോളം നിങ്ങൾ വളരുവാനുണ്ട്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുവാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള പഠനം ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, ക്രിസ്തുവിനെ കൂടുതൽ പരിചയപ്പെടുത്തണം. നമുക്കറിയാം ഹെബ്രായ ലേഖനം 6-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്, ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജി കൂടുതലും രൂപപ്പെട്ടിരിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ നിന്നാണ്. പ്രിയമുള്ളവർ മനസ്സിലാക്കുക, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പ്രത്യേകിച്ച്, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുക. അതുകൊണ്ട് നമ്മളുടെ ഈ പഠന പരമ്പരയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ മുന്നമേ അറിയിക്കട്ടെ. നമുക്ക് ഈ ഒരു വാക്കുകളെ, പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ജ്ഞാനം, പരിജ്ഞാനം, ഈ 2 പദങ്ങൾ നമ്മൾ മലയാളികൾ ധാരാളം ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഈ പദങ്ങളെ പരിചയപ്പെടുവാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന ഒരു അക്വൈൻറ്റൻസ് വേഴ്സ് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യം അതേതാണ്? Proverbs 9:10. The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. സദൃശ്യവാക്യങ്ങൾ 9:10. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഇവിടെ എന്താ പറയുന്നത്? യഹോവയോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തുടക്കമാണ്. ഈ ജ്ഞാനം തുടക്കം വെച്ച് ഭക്തിയിൽ ജ്ഞാനം തുടങ്ങുന്നു. എന്നിട്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ 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 അറിഞ്ഞ്, നമ്മൾ വചനം നല്ലതുപോലെ വായിച്ച് പഠിച്ച്, നമ്മൾ ദിവസേന ദിനംതോറും പ്രാർത്ഥിച്ച്, നമ്മൾ അന്യഭാഷകളിൽ ദൈവത്തോട് ആത്മീയ മർമ്മങ്ങളെ സംസാരിച്ച്, നമ്മൾ പ്രവാചകന്മാരിലുള്ള ദൂതുകൾ കേട്ടിട്ട്, ദേവദാസന്മാരുടെ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകാരായിട്ട്, സ്തോത്രം, സഭയോട് കൂട്ടായ്മയായിരുന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ 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 ഗ്രഹിച്ച് മനസ്സിലാക്കി അവസാനം എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുന്നു. ആ പരിജ്ഞാനം നമുക്ക് വിവേകമാണ്. ഹല്ലേലൂയ. ഓർത്തു വയ്ക്കുക, മാച്യൂരിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ ഗൗനിക്കേണ്ടതും കാണേണ്ടതും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഇവിടെ 2 പദങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. 1 ജ്ഞാനം, 2 പരിജ്ഞാനം. ഇംഗ്ലീഷിൽ ശരിക്ക് അത് നമ്മൾ കണ്ടാൽ വിസ്ഡം എന്നും നോളജ് എന്നും, എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് കൊടുത്തിരിക്കുന്ന വിസ്ഡം എന്ന. ഈ വിസ്ഡം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അതൊരു ബൃഹത്തായ കാര്യമായിട്ട്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നാം. നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നാം അത് ഒന്നുമില്ലല്ലോ. നോളജ് എന്ന് പറഞ്ഞാൽ എന്തൊരു അറിവല്ലേ, വെറൊരു അറിവ് മാത്രം. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ മൂല പദങ്ങളിലേക്ക് പോകുമ്പോൾ, ഭാഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും. പരിജ്ഞാനം ജ്ഞാനത്തെക്കാൾ ഉപരിയാണ്. ഓർത്തു നോക്കുക, ജ്ഞാനത്തെക്കാൾ ഉപരിയാണ് പരിജ്ഞാനം. നമുക്കത് ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഇവിടെ ജ്ഞാനം എന്നുള്ള പദം അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വിസ്ഡം എന്നാണ്. ഹെബ്രായ ഭാഷയിൽ കോഖ്മ എന്ന കൊടുത്തിരിക്കുന്ന കോഖ്മ എന്ന ഹെബ്രായ പദത്തിന്റെ അർത്ഥം ശരിക്ക് അറിവെന്നാണ്, നോളജ് എന്ന് മാത്രമുള്ളത്. അപ്പോൾ തന്നെ ഗ്രീക്കിൽ ഇത് കൊടുത്തിരിക്കുന്ന നോസിസ് എന്നുള്ള ഒരു പദമാണ്. നോസിസ്, അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? നോളജ് അഥവാ അറിവ്, ഡോക്ട്രൈൻ അഥവാ ഉപദേശങ്ങൾ എന്നൊരു അർത്ഥം അതിനുണ്ട്, വിസ്ഡം ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തില് ഗ്രീക്കിൽ
ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ജ്ഞാനം എന്നുള്ള അല്ലെ പരിജ്ഞാനം എന്നൊക്കെയുള്ള പദങ്ങൾ ബൈബിളിൽ പലയിടത്തും ഗ്രീക്ക് ഭാഷയിൽ വരുമ്പോൾ അത് നോസിസ് എന്നാ എഴുതിയിരിക്കുന്നത്. നോസി ടോ ക്രിസ്റ്റോ, യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ള അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന പദത്തിന് നമ്മൾ കണ്ടല്ലോ, വിസ്ഡം എന്നൊരു അർത്ഥമുണ്ട്, ഡോക്ട്രൈൻ ഉപദേശം എന്ന അർത്ഥമുണ്ട്, ഉപദേശിക്കുക അല്ലെ ഉപദേശം പഠിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, നോളജബിൾ ആയിരിക്കുക, അറിവുള്ളവനായിരിക്കുക. തുടർന്ന് നമ്മൾ പരിജ്ഞാനം എന്നുള്ള ആ പദത്തിലേക്ക് നോക്കിയാൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ജ്ഞാനം പരിജ്ഞാനം എന്നുള്ള രണ്ട് പദങ്ങള് പലയിടത്തും മാറി മാറി, ഇപ്പോൾ ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ളത് പോലെ ഈ ജ്ഞാനവും പരിജ്ഞാനവും പലയിടത്തും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അതിന്റെ ആ വ്യക്തമായ ഒരു അർത്ഥം ഗ്രഹിക്കുവാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ പരിജ്ഞാനത്തിന് ധാരാളം അർത്ഥങ്ങൾ, ധാരാളം പ്രയോഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രയാസം. എന്നാൽ ഒരു കാര്യം ഞാൻ അതിലേക്ക് ഒരു 3 കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. പരിജ്ഞാനം എന്ന ആ പദത്തിന് ഒരു 3 അർത്ഥങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ അത് ഉറപ്പിക്കാം. ഹെബ്രായ ഭാഷയിൽ ദഹത് എന്നാണ് ഇത് ഈ പരിജ്ഞാനം എന്ന വാക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് നോളജ്, അറിവ് എന്ന് മാത്രമാണ് ഹെബ്രായ ഭാഷയിൽ. എന്നാൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടെ മാറ്റമാണ്. എപ്പിഗ്നോസിസ് എന്നാ പറയുന്നത്. പരി എന്നുള്ളതിന് എപ്പി. നമുക്കറിയാം പെരിഫറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പെരിഫറി, അതാണ് എപ്പി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്ന് പറയുന്ന അതിര്, ഒരു വൃത്തത്തിന്റെ അതിരെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ഒരു ഏരിയയുടെ അതിര്, അതിനെ ആ പെരിഫറി എന്നൊക്കെ പറയുന്നത്. അതുമായിട്ടൊക്കെ ചേർന്ന് വരുന്ന ഒരു പദമാണ് എപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരി എന്നുള്ളതും, പരി എന്നുള്ള ആ ഒരു പ്രിഫിക്സ് മലയാളത്തില് പരിജ്ഞാനം, പരിപ്രാപ്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിനും ഒരു ഉന്നതമായ അർത്ഥമാണ് ഉള്ളത്. ഈ പരി എന്നുള്ളത് മറ്റു പദങ്ങളോട് ചേർന്ന് വരുമ്പോൾ ആ പദങ്ങളുടെ ആകത്തുക വർദ്ധിക്കുക ചെയ്യുന്നത്, അതിന്റെ ആ സ്ഥാനം ഉയരുക ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനത്തോടുകൂടി പരി ചേരുമ്പോൾ പരിജ്ഞാനമാകുന്നു. അത് ഗ്രീക്കിൽ വരുമ്പോൾ എപ്പിഗ്നോസിസ് എന്ന പദമാണ്. ആ എപ്പിഗ്നോസിന്റെ 2 അർത്ഥം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രിസൈസ് ആൻഡ് കറക്റ്റ് നോളജ് എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ കുറിച്ചുള്ളതായ ഏറ്റവും സംഗ്രഹിക്കപ്പെട്ട, ഏറ്റവും ഷാർപ്പായിട്ടുള്ള, ഏറ്റവും ആപ്റ്റായിട്ടുള്ള അറിവ്, അതിന് പരിജ്ഞാനം എന്ന് പറയും. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. നമ്മളൊരു ഇലക്ട്രിക് ബൾബ് കാണുമ്പോൾ നമുക്ക് അതേക്കുറിച്ചുള്ള അറിവുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. എന്താണ് ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്? നമുക്ക് പ്രകാശം തരുവാനുള്ളതാണ്. അതൊരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇട്ടാൽ അത് പ്രകാശിക്കും. ഇതാണ് ജ്ഞാനം. എന്നാൽ ഒരു ഇലക്ട്രിക് എഞ്ചിനീയറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, അത് സംഗതി ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അത് എങ്ങനെയാ പ്രകാശിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഈ സ്വിച്ച് ഇടുമ്പോൾ അതിലൂടെ ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാകും. അപ്പോൾ ഈ ലൈറ്റിന്, ഈ ബൾബിനകത്ത് റെസിസ്റ്റീവ് നെറ്റ്വർക്കാണ് ഉള്ളത്. ഒരു കോയിലുണ്ട്, മെറ്റാലിക് കോയിൽ, ടങ്സ്റ്റൺ കോയിൽ എന്ന് പറയും. ആ കോയില് അതിന് പ്രതിരോധം കൂടുതലാണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺസ് അതിലൂടെ പ്രവഹിക്കുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കുറെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യപ്പെടും. അത് ഹീറ്റ് എനർജി ആയിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? കൂടിക്കൂടി വരുമ്പോൾ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഗ്ലോ ആകും, അത് ജ്വലിക്കുവാൻ തുടങ്ങും. ആ ജ്വലനത്തിലൂടെയാണ് നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നത്. ഓർത്ത് നോക്കിയേ, നമ്മൾക്ക് വെറും ജ്ഞാനമുള്ളപ്പോൾ നമുക്കറിയാം അത് പ്രകാശം തരുന്ന ബൾബ്. പക്ഷെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനാണ് പറയുന്നത് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് എഞ്ചിനീയറിന് ഈ ബൾബിനെ കുറിച്ചുള്ളത് പരിജ്ഞാനമാണ്, ഒരു സാധാരണ വ്യക്തിക്കുള്ളത് ജ്ഞാനമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രിസൈസ് ആൻഡ് കറക്റ്റ് നോളജ് എന്ന് പറയുന്നത്. അടുത്തത് ഫുൾ നോളജ് ഓർ പ്രാക്ടിക്കൽ നോളജ് എന്ന് വെച്ചാൽ പ്രായോഗികമായ ഒരു അറിവ്. എന്താണ് പ്രായോഗികമായ അറിവ്? നമ്മൾ കേട്ടത് അല്ലെ കണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു കാണിച്ചത്, കണ്ട് പഠിച്ച ഒരു അറിവ്, ഒരു ജ്ഞാനം നമ്മളുടേതായ പ്രായോഗിക തലത്തിൽ അതിനെ പെടുത്തുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വ്യക്തി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കിണറ്റിൽ തൊട്ടിയിട്ട് വെള്ളം കോരിയാൽ വെള്ളം കിട്ടും, ഇത് ജ്ഞാനമാണ്. പക്ഷെ ഞാൻ പോയിട്ട് ആ തൊട്ടി കിണറ്റിലിട്ട് വെള്ളം കോരുമ്പോൾ അത് പരിജ്ഞാനമാകുന്നു. കാരണം എൻ്റെ അറിവ് പ്രായോഗികമായി, മനസ്സിലായോ, തെളിയിക്കപ്പെട്ടു. അപ്പോൾ എക്സ്പെരിമെന്റഡ് നോളജ് ആണ് ശരിക്ക് ഈ എപ്പിഗ്നോസിസ് അഥവാ പരിജ്ഞാനം എന്ന് പറയുന്നത്. മൂന്നാമത്, പുസ്തകങ്ങളിൽ എങ്ങും കൊടുക്കാത്ത
നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഉപയോഗിക്കുന്ന പരിജ്ഞാനം എന്ന ഒരു പദമുണ്ട്. അതിന് വേറെ ഒരു അർത്ഥമാണ്. അതെന്താണ്? അതിന് യഥാർത്ഥത്തിൽ വിവേകം എന്നുള്ള അല്ലെങ്കിൽ മേച്യൂരിറ്റി എന്നുള്ള ഒരർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത്. തിരിച്ചറിവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മരണവീട്ടിൽ നമ്മൾ ആയിരിക്കുകയാണ്. അപ്പോൾ ആ മരണവീട്ടിൽ നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, ഒരു വിവേകമുണ്ടല്ലോ. ആ വിവേകത്തെ പരിജ്ഞാനമെന്ന് പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞത്, അങ്ങനെ ഉദാഹരണത്തിന് ഇപ്പോൾ സഭായോഗത്തില് വെള്ളിയാഴ്ച എല്ലാ സഭകളും ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവിടെ പെരുമാറേണ്ടത്, നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അത് ഒരു പരിജ്ഞാനമാണ്. എന്നാൽ അപ്പോൾ തന്നെ ഞായറാഴ്ച സഭായോഗമാണ്. ആ സഭായോഗത്തിൽ നമ്മൾക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ, നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, കാരണം എല്ലാവരും കൂടിച്ചേർന്ന് വരുന്ന കാര്യമാണ് സഭായോഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ രീതി മാറി, നമ്മുടെ സ്വഭാവം മാറി, നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ സംസാരം കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ ചെയ്യും. നമ്മൾ സാക്ഷ്യം പറയുന്നത് കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ ചെയ്യും. മാത്രമല്ല, ഈ കാലയളവിൽ പല സഭായോഗങ്ങളും ലൈവായിട്ട് എയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കും. ഇതൊക്കെ പരിജ്ഞാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ആ വ്യക്തി നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണെന്ന്. ചില ദേവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ പറയും നല്ല പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കും. എന്നാൽ ചിലർ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ പറയും ഒരു പരിജ്ഞാനം ഇല്ലായിരുന്നു പറയും. അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രായോഗിക വിശ്വാസ ജീവിതത്തിൽ, വേർപെട്ട ജീവിതത്തിൽ നമ്മൾ പരിജ്ഞാനം എന്ന ആ ഒരു പദത്തിന് കൊടുക്കുന്ന അർത്ഥം. അപ്പോൾ മനസ്സിലായല്ലോ, വളരെ പ്രിസൈസ് ആയുള്ള ആ ജ്ഞാനത്തെ എപ്പിഗ്നോസിസ് അഥവാ പരിജ്ഞാനം എന്ന് പറയാം. അപ്പോൾ തന്നെ പ്രാക്ടിക്കൽ നോളജിനെ, നമ്മൾ പ്രായോഗികമായി തെളിയിച്ച ഒരു ജ്ഞാനത്തെ നമുക്ക് പരിജ്ഞാനം എന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ എന്ന് പറയുന്ന വിവേകപൂർണമായ ഒരു അറിവിനെ നമുക്ക് പരിജ്ഞാനമെന്ന് പറയാം. അപ്പോൾ ഈ 3 അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രിസൈസ് ആയിട്ടുള്ള നോളജ്. ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയുള്ളൂ, യേശു ക്രിസ്തു ആരാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. ഈ ലോകത്തിലേക്ക് വന്നു, ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും തന്റെ മേലേറ്റെടുത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട്, സ്തോത്രം, ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കാൽവരി കുരിശിൽ ഈ മുഴു ലോകത്തിനു വേണ്ടിയും പാപയാഗമായി, പാപ പരിഹാര യാഗമായി തീർന്ന യേശു ക്രിസ്തു. ഇത് മാത്രം നമുക്ക് അറിയുള്ളൂ. അവനിൽ വിശ്വസിച്ചാൽ എനിക്ക് നിത്യജീവനുണ്ട്, എനിക്ക് നിത്യരക്ഷയുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കിന്ന് അറിയുള്ളൂ. ഇതാണ് അറിവ് അഥവാ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ജ്ഞാനം, നോസിസ്റ്റോ ക്രിസ്റ്റോ, യേശുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. എന്നാൽ എപ്പിഗ്നോസിസ് വരുമ്പോൾ നമ്മൾ ഇനിയും ഉള്ള ക്ലാസ്സുകളിൽ അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ക്രിസ്റ്റോളജി പഠിച്ചു, ഏകദേശം 16 ക്ലാസ്സുകൾ ക്രിസ്റ്റോളജി പഠിച്ചു. സോദരൻ, അപ്പോൾ ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഈ ഒരു വിഭാഗത്തിൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ വചനത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നതായ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങളായിരിക്കും. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധ വചനം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ. അങ്ങനെ നമ്മൾ ആ ക്രിസ്റ്റോളജിയിൽ നമ്മൾ പഠിച്ചതായ യേശു ക്രിസ്തുവിന്റെ വിവിധ തലങ്ങളിലുള്ളതായ കാര്യം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ ഏക പാപപരിഹാര ബലി, ഇങ്ങനെയുള്ള 16ഓളം വിഷയങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കുവാനിടയായി. അപ്പോൾ ഈ ഒരു സ്ലോട്ടില് നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. അപ്പോൾ മനസ്സിലായല്ലോ ജ്ഞാനം, പരിജ്ഞാനം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവർക്ക് മനസ്സിലായല്ലോ, ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കുറുവാക്യമായി വായിച്ചതിൽ നിന്ന് നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ 144 കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ശനിയാഴ്ച 7 മണിക്ക് 6 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. പ്രിയമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് അതിൽ ഓൺലൈൻ ജോയിൻ ചെയ്യാൻ ഞങ്ങളിവിടെ ദൈവമക്കൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കും ഓൺലൈനിൽ അതിന് ജോയിൻ ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാം, വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത
ശനിയാഴ്ച മുതൽ 7 മണിക്ക്, കൃത്യം 7 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്നുള്ളതായ ആ വിഷയത്തിന്റെ 2ാം ഭാഗം നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. ഇത്രയും സമയം ഈ ബൈബിൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ച ഏവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവ് വരെ താമസിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. കർത്താവിന് സ്തുതി, സ്തോത്രം, മഹത്വം, സ്തോത്രം. ഹല്ലേലൂയ.